ഇപ്പോൾ ശ്രീ ഉണ്ണിമേനോൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഉണ്ണിമേനോൻ, താങ്കൾ ഈ വാർത്ത അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഏറെ ദുഃഖകരമായ വിയോഗ വാർത്തയാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? അറിഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പാണ് എനിക്ക് ഈ ന്യൂസ് കിട്ടിയത്. അദ്ദേഹത്തിന് സുഖമില്ലാണ്ട് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. ബാത്റൂമിൽ വീണിട്ട് ഒരു സർജറി കഴിഞ്ഞു എന്ന് അറിഞ്ഞിരുന്നു. അതിലിടയ്ക്ക് ബന്ധപ്പെടാൻ നോക്കിയപ്പോഴൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. മലയാളത്തിന്റെ ഒരു മലയാളിയുടെ സ്വന്തം ശബ്ദമായിരുന്നു ജയേട്ടൻ. അതായത് വളരെ നാച്ചുറലായിട്ട് പാടുന്ന ഒരു സിംഗറായിരുന്നു. വെച്ചുകെട്ടുകളില്ലാത്തൊരു സ്വഭാവം ആ ഒരു ക്യാരക്ടറിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രിറ്റൻഷൻസ് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഒരു പച്ചയായ മനുഷ്യനായിരുന്നു ജയേട്ടൻ. അപ്പൊ ജയേട്ടനായിട്ട് ഞാനും വളരെ ക്ലോസ് ആയിരുന്നു. എത്രയോ കാലമായിട്ടുള്ള ബന്ധം. ചെന്നൈയില് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ബന്ധപ്പെടാറുണ്ടായിരുന്നു. ചില പ്രോഗ്രാംസിന് ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും എനിക്ക് തോന്നുന്നപ്പോ ജയേട്ടന് 82 ഒക്കെ ആയിന്ന് തോന്നുന്നുണ്ടല്ലേ? ഞാൻ ഇത്രയും പെട്ടെന്നൊരു വിയോഗം പ്രതീക്ഷിച്ചിട്ടില്ല. അസുഖം ഉണ്ടായിരുന്നു, അത് അറിഞ്ഞിരുന്നെങ്കിലും കൂടിയിട്ട് അതിനെ മറികടക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു വളരെ നാച്ചുറൽ ആയിട്ട് പാടുന്ന ഒരു ഗായകനായിരുന്നു അത്. എന്താ പറയാ, ഒരു ആർട്ടിഫിഷ്യാലിറ്റി വോയിസിൽ കൊണ്ടുവരാതെ സ്വന്തമായിട്ടുള്ള ശബ്ദം ശരിക്കും പ്രൊജക്ട് ചെയ്തിട്ടുള്ള റൊമാൻറ്റിക് വോയിസ്. ഇപ്പൊ ഒരു കൊല്ലം മുമ്പേ റെക്കോർഡ് ചെയ്ത പാട്ടുകൾ കേട്ട് കഴിഞ്ഞാലും ആ വോയിസിലൊരു നല്ല റൊമാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ശബ്ദത്തിലുള്ള ആ ഒരു ഗാംഭീര്യം, പിന്നെ വ്യക്തത, ഓരോ ഡിക്ഷന്റെയും ഒരു സുഖമുണ്ടല്ലോ, അതൊക്കെ അവസാന കാലം വരെയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്പൊ സുഖമില്ലാണ്ടായിട്ടും ഈ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും റെക്കോർഡിങ്സ് നടന്നെന്ന് ഞാൻ കേട്ടിട്ട് ശരിക്കും വളരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അത്രയും ആ വോയിസിന്റെ ക്വാളിറ്റി ആ സമയത്ത് പോലും കീപ്പപ്പ് ചെയ്തിരുന്നു ചേട്ടൻ. തീർച്ചയായിട്ടും അതിലിടയ്ക്ക് ഒരു 2 മാസം മുമ്പ് എന്നെ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ചു. എങ്ങനെയുണ്ട് ഉണ്ണി? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിക്കാത്ത വേറെ ഒന്നുമല്ല, സുഖമില്ലാത്ത സമയത്ത് നമ്മൾ വിളിച്ചിട്ട് സുഖമുണ്ടോ എന്ന് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇല്ല ഞാൻ എനിക്ക് വേണ്ടവരെ ഞാൻ അങ്ങോട്ട് വിളിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അത് വളരെ ഒരു ഇതായിട്ട് തോന്നി. പിന്നെ എനിക്ക് അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല. ശ്രീ ഉണ്ണിമേനോൻ, മറ്റൊരു കാര്യം കൂടി, അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ തമിഴ് ചലച്ചിത്ര ഗാനരംഗത്തും അദ്ദേഹത്തിൻ്റെതായ പാട്ടുകൾ, അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകൾ, ഇളയരാജയുമായി അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെ നമ്മളെല്ലാവരും ഹൃദയത്തിലേറ്റിയ പാട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അത്തരത്തിൽ തമിഴിൽ കൂടി അത്തരം നല്ല രീതിയിലുള്ള പാട്ടുകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ഗായകരാണ്. അപ്പോൾ അദ്ദേഹം ഈ തമിഴ് ഗാനങ്ങൾ ആലപിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് താങ്കളുമായി എന്തെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അത്തരം ഓർമ്മകൾ എന്തെങ്കിലും ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ജയേട്ടൻ പാടിയ ഒരുവിധം എല്ലാ തമിഴ് ഗാനങ്ങളും ഹിറ്റാണ്. ഇൻഫാക്ട് രാജസാറിന് പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാണ്. ഒരു 3-4 ദിവസം പോണ സമയത്ത് ഒരു പാട്ട് റേഡിയോയിൽ വന്നത്, എന്താണ്, ഒരു കാളവണ്ടിയിൽ പോകുന്ന മാതിരി ഒരു പാട്ട് കേട്ടു. അത് ഞാൻ വാസ്തവത്തില് ജയേട്ടൻ പാടിയതാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര രസമുള്ള ഒരു പാട്ടായിരുന്നു. റഹ്മാന്റെ പാട്ടായിരുന്നു അത്. അപ്പൊ ആ പാട്ട് പോലും അത്രയും ആ ഡിക്ഷനൊക്കെ കേൾക്കണം. തമിഴിന്റെ ഡിക്ഷൻ മലയാളത്തിലെ ഡിക്ഷന്മാര് തന്നെ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു തമിഴാണ് പുള്ളിയും ഇവിടെ ചെയ്തിരുന്നത്. വളരെയധികം നന്ദി ശ്രീ ഉണ്ണിമേനോൻ ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നതിന്.